ഉടനെ നമുക്ക് ഗായത്രിയുടെ ബ്രൈഡൽ ഷവർ പ്രതീക്ഷിക്കാമോ? ഓഫ് കോഴ്സ്. ബ്രൈഡൽ ഷവറിന് വേണം എന്ന ആഗ്രഹമുള്ള സെലിബ്രിറ്റി? കരീന കപൂർ, ആലിയ ഭട്ട്, മീന മാം, ഭാവന ചേച്ചി, ആഞ്ചലിന ജോളി, പ്രിയങ്ക ചോപ്ര. എന്റെ പൊന്നോ, നിർത്തി അങ്ങ് അപമാനിക്കുക. മൂന്നാമത്തത് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഞാൻ വരും എന്നാണ് വിശ്വസിക്കണേ. ഭയങ്കര ശുദ്ധയാണ് അവള്, ഉള്ളിലൊന്നുമില്ല. പിന്നെ അത്യാവശ്യം നല്ല രീതിക്ക് മണ്ടത്തരങ്ങളുണ്ട്. പക്ഷെ എനിക്ക് അത്ര അങ്ങനെ മെച്യൂരിറ്റി വേണം എന്ന് എനിക്ക് ആഗ്രഹമില്ല. മണ്ടത്തപ്പോ കുറച്ചത് വേണം, മണ്ടത്തരം വേണം എന്ന് എനിക്ക് തോന്നുന്നു. കൂടുതലും തെറ്റുകൾ ഞാൻ പറയാറില്ല, പക്ഷെ ചില സമയത്ത് ഞാൻ അങ്ങനെ പറയുമ്പോ എനിക്കിപ്പോ പെട്ടെന്ന് കണ്ടാൽ ഭയങ്കര നന്നായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റും ധ്യാൻ ചേട്ടനെ. ചാക്കോച്ചൻ ഫുഡി, എന്താ ഫുഡിൽ ട്രിപ്പ് ചെയ്യുന്ന ഒരാള് ചാക്കോച്ചനാണ്. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് എനിക്കൊന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഗായത്രി എടുക്കുന്ന ക്യാരക്ടേഴ്സിൽ കുറെയൊക്കെ ഗായത്രി ആ ഒരു ടച്ച് ഉള്ള ക്യാരക്ടേഴ്സാണ്. അങ്ങനെ ചെയ്യാൻ കൂടുതൽ ഇഷ്ടമുള്ളത് കൊണ്ടാണോ അങ്ങനെ എടുക്കുന്നത്, അതോ എന്തെങ്കിലും ലൈക്ക് ഗായത്രിയായിട്ട് ഒട്ടും സാമ്യമില്ലാത്ത വെറൈറ്റി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടോ? അതെനിക്ക് തോന്നുന്നു അപ്രോച്ച് ഡിഫറൻസ് തോന്നുന്നു. ഇപ്പൊ ഓരോ ആക്ടറുടെ അപ്രോച്ച് വ്യത്യാസമാണല്ലോ. ചില ആൾക്കാർക്ക് പാടേ മാറാനായിരിക്കും ഇഷ്ടം, ക്യാരക്ടറായിട്ട് മാറാനായിരിക്കും ഇഷ്ടം. ചില ആൾക്കാർക്ക് അവരുടെ തന്നെ എന്തെങ്കിലും ഒരു എലമെന്റ് അതിൽ കൊണ്ടുവരാനായിരിക്കും ഇഷ്ടം. അപ്പൊ ഇതുവരെ എനിക്ക് അതായിരുന്നു താല്പര്യം. പക്ഷെ ഇനി എനിക്ക് പാടേ മാറി വേറൊരാളായിട്ട് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് എനിക്ക് തോന്നുന്നു ക്യാരക്ടർ അതിൽ വലിയ വ്യത്യാസം കൊണ്ടുവരുന്നില്ല തോന്നുന്നു. നമ്മളെങ്ങനെ അപ്രോച്ച് ചെയ്യും അല്ലേ ചേട്ടാ? എന്നാൽ ഇതുവരെ ചെയ്ത കുറെ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടല്ലോ, അതിലിപ്പോ ഏറ്റവും കൂടുതൽ ഗായത്രിയായിട്ട് സാമ്യമുള്ളത് അഭിരാമിക്കാണോ അതോ മറ്റേതെങ്കിലും കഥാപാത്രങ്ങൾക്കാണോ? എനിക്കറിയില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സിന്റെ ഇത് എനിക്ക് കിട്ടിയതാണോ അതോ എന്റെ ക്യാരക്ടർ അതിലേക്ക് വന്നതാണോ എന്ന് എനിക്കറിയില്ല. അപ്പൊ നീനു ലെനീന പ്രേമകഥ എന്ന് പറഞ്ഞ രാധ, അത് കൊറേയൊക്കെ ഞാനാണ്. അഭിരാമി കുറെ ഞാനാണ്. ഡിഫറെന്റ് ആയിട്ട് ഏതെങ്കിലും തോന്നിയിട്ടുണ്ടോ കഥാപാത്രങ്ങൾ ഞാനായിട്ട് ഒട്ടും സാമ്യം ഇല്ലാന്ന് തോന്നിയിട്ടുണ്ടോ? ചിൽഡ്രൻസ് പാർക്ക് ഒട്ടും സാമ്യമില്ല. കാരണം എന്റെ സാമ്യമുണ്ട്. കാരണം ഞാൻ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കും വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അതെ, അപ്പൊ എന്തെങ്കിലും നമുക്ക് എപ്പോഴെങ്കിലും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള റോള് കാണാം എന്നാണ് ഇനി അതായിരിക്കും എന്റെ എഫേർട്ട് എന്ന് പറയുന്നത്. അതെ. അപ്പോ ചേട്ടനോട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മള് ലോലനാണ് നമുക്ക് എപ്പോഴും ആളുകൾക്ക് മനസ്സിൽ കിടക്കുന്നത്. അപ്പോൾ ആ ലോലനിൽ നിന്ന് പിന്നീട് കുറെ ഇങ്ങനത്തെ റോൾസ് ഒക്കെ ചെയ്തതിന് ശേഷം പിന്നീട് സീരിയസ് കഥാപാത്രങ്ങളായി, ലൈക് കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള, ഇപ്പൊ ഓസ്ലർ ആണെങ്കിലും അങ്ങനെ സീരിയസ് ആയിട്ടുള്ള. ഇല്ല, എന്റെ ഫസ്റ്റ് പടം സീരിയസ് ആയിരുന്നു, സീരിയസ് ക്യാരക്ടർ ആയിരുന്നു. മലർവാടിയില് കൂട്ടത്തിലൊരു സെൻസിബിൾ ക്യാരക്ടർ ആയിരുന്നു. അതെ അതെ അതെ. അപ്പോ ശരിക്കും പറഞ്ഞ എത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം? ഈ ലോലനെ പോലെ അത്രയും പാവമായിട്ട് ഇരിക്കുന്ന ക്യാരക്ടേഴ്സ് ചെയ്യാനാണോ അതോ? അങ്ങനെ ഇല്ല, എന്നാലും കൂടുതൽ കംഫർട്ടബിൾ കുറച്ചുകൂടി ലൗഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, ഈ അടിച്ചു പൊളിച്ച് അല്ലെങ്കിൽ ഇപ്പൊ ലോലൻ പോലത്തെ കുറച്ചുകൂടി ലൗഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, അതായിരിക്കും കുറച്ച് കംഫർട്ടബിൾ. ഗായത്രിക്ക് ഒരു ചെറിയൊരു സെഗ്മെന്റ് ഗായത്രിക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് തയ്യാറാക്കിയ ഒരു സെഗ്മെന്റ് ആണ്. അത് മോശമായി, ഞാൻ ഗായത്രി കിട്ടും മാത്രം. അത് പക്ഷെ നമുക്ക് എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഗായത്രിയുടെ ഇപ്പോഴത്തെ ലൈഫിൽ ഒരു സിനിമ ആക്കിയാൽ അതിന് എന്ത് പേരായിരിക്കും ഗായത്രി കൊടുക്കുക? ഇപ്പൊ നമ്മുടെ ഓൾറെഡി ഇറങ്ങിയ ഏതെങ്കിലും ഒരു സിനിമയുടെ പേര് കൊടുത്തു, ഗായത്രിയുടെ ഇപ്പോഴത്തെ ലൈഫുമായിട്ട് സാമ്യമുള്ള ഒരു ഇത് കൊടുക്കുകയാണെങ്കിൽ? ആവേശം. നമ്മുടെ പടമല്ല, നമ്മുടെ പടം അല്ല, ഏതെങ്കിലും ഒരു പടം ഇപ്പൊ ഇറങ്ങിയതിൽ എപ്പോഴേലും ഏത് സിനിമയായാലും എന്തായാലും കുഴപ്പമില്ല, ഗായത്രിയുടെ ലൈഫിന് കൊടുക്കാൻ പറ്റിയ ഒരു പേര് ഒരു സിനിമയാക്കിയ. അയ്യോ, എനിക്ക് നല്ല ആക്ഷൻ ഡ്രാമ. അതെന്താ? ലവ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, ഡ്രാമ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ എന്താ അതും പക്ഷെ നല്ലതാട്ടോ. അത് മഞ്ഞുമേൽ ബോയ്സ് കൊടുക്കാൻ പറ്റുമോ? കാരണം അങ്ങനെയല്ല, വീഴ്ചയിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട് വീഴ്ചകൾ, എന്നിട്ടായിരുന്നു പൊന്തി വരുന്നത്. അത് തന്നെ. ഓക്കെ, അപ്പൊ ഇപ്പൊ തൽക്കാലം ലവ് ആക്ഷൻ ഡ്രാമ അതാണ് എന്റെ പെട്ടെന്ന് മനസ്സിൽ വന്നത്. അപ്പൊ നിങ്ങൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമല്ലോ. അപ്പൊ ചേട്ടൻ എന്തായിരിക്കും കൊടുക്കാനായിട്ട് താല്പര്യം? റീസൺ എന്താ? എനിക്ക് ഹിന്ദിനെ കുറിച്ചിട്ട് വലിയ അതായത് ജീവിതം രണ്ടാമത് കിട്ടൂല എന്നുള്ള സാധനം. ഓക്കെ, ഞാൻ ഗായത്രിയുടെ 3 കോസ്റ്റേഴ്സിന്റെ നെയിം പറയും. അപ്പൊ അവരുടെ നെയിം പറയുമ്പോൾ ആദ്യം ഗായത്രിയുടെ മനസ്സിൽ വരുന്നത് എന്താണെന്ന് പറയണം. ഫസ്റ്റ് വൺ ചാക്കോച്ചൻ. ഫുഡി. ഭയങ്കര ഫുഡിയാ? എന്താ ലൈക്ക് നിങ്ങൾ ആ സെറ്റിൽ വെച്ചിട്ട് ഭയങ്കര ജമുന പേരിലാവുമ്പോ തന്നെ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പോകാറുണ്ട് ഞങ്ങളുടെ ടീമായിട്ട്. അപ്പൊ ഞാൻ അല്ലാതെയും കേട്ടിട്ടുണ്ട്, എന്താ ഫുഡിൽ ട്രിപ്പ് ചെയ്യുന്ന ഒരാള് ചാക്കോച്ചനാണ്.
ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കരമായിട്ട് ട്രൈ ഔട്ട് ചെയ്യാനും വെറൈറ്റി ട്രൈ ഔട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പം ചാക്കോച്ചൻ പരിചയപ്പെടുത്തിയ എന്തെങ്കിലും ഡിഷസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അദ്ദേഹം മറ്റേ ഞങ്ങൾക്ക് പൊള്ളാച്ചിയിൽ ഷൂട്ട് ഉണ്ടായിരുന്നു, അപ്പൊ അവിടെ നല്ലൊരു ബിരിയാണി കിട്ടണ ഒരു ഇതുണ്ട്, ഒരു ഹോട്ടലുണ്ട്, അതിനെയൊക്കെ പറ്റി ചാക്കോച്ചനാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ. അപ്പൊ ചാക്കോച്ചന്റെ ഒരു ഫുഡി സൈഡും കൂടെ നമ്മൾ അങ്ങനെ ഒരുപാട് കഴിക്കുന്ന ആളല്ല, ഫുഡിയാണ്, ടേസ്റ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. ഓക്കെ. ടൊവിനോ ഹാർഡ് വർക്കിംഗ്. പെട്ടെന്ന് ഹാർഡ് വർക്കിംഗ് എന്ന് പറയാനായിട്ട് ലൈക്ക് നമ്മുടെ സിനിമയെ കുറിച്ചിട്ടാണോ അതോ അല്ല, ആളുടെ കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് പോയിട്ടുള്ള ഒരു അപ്വേർഡ് ഡയറക്ഷനിൽ പോയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നുന്നു. നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് മാനേജ് ചെയ്ത് പോയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് റോൾ മോഡൽ ആക്കാൻ പറ്റിയ ഒരാളാണല്ലേ? യെസ്. ഓക്കെ. ഹരികൃഷ്ണൻ നിർത്തി അങ്ങ് അപമാനിക്കുക. മൂന്നാമത്തത്. ഹലോ, സ്റ്റക്കായോ? അല്ല, ട്രസ്റ്റ് വർതി. റീസൺ എന്താ? ബിക്കോസ് എനിക്ക് തോന്നുന്നു ഹരിച്ചേട്ടൻ ഹാസ് ഗുഡ് ഇന്റൻഷൻസ്. ഇപ്പൊ എന്നെ ആയിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഹി ഓൺലി ഹാസ് ഗുഡ് ഇന്റൻഷൻസ് ഫോർ മീ എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ട്രസ്റ്റ് വർത്തി ആയിട്ട്. ഗായത്രിനെ കുറിച്ച് തിരിച്ചു പറയാനുണ്ട് എന്തെങ്കിലും ഉണ്ടോ? ഒരു ഭയങ്കര ശുദ്ധയാണ് അവള്, ഉള്ളിലൊന്നുമില്ല. പിന്നെ അത്യാവശ്യം നല്ല രീതിക്ക് മണ്ടത്തരങ്ങളുണ്ട്. പക്ഷെ ഗായത്രി ഇപ്പൊ നമ്മള് പണ്ടൊക്കെ ഒരുപാട് ട്രോൾസ് ഒക്കെ വരായിരുന്നല്ലോ, പക്ഷെ ഇപ്പൊ ട്രോൾസിന്റെ എണ്ണൊക്കെ കുറയുന്നുണ്ട്. പക്ഷെ ഇപ്പം ഈ കമന്റ്സ് ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും ലൈക്ക് അതൊരു പാവാ, ലൈക്ക് ആളുകൾ മനസ്സിലാക്കി വരുന്നുണ്ട് അങ്ങനെ. പക്ഷെ ഞാൻ പണ്ടത്തെ കുറച്ച് മിസ് ചെയ്യണോണ്ട് കേട്ടോ. അപ്പൊ ചില സമയത്ത് അതിന്റെ ഒരു വ്യഗ്രത എന്നിൽ വ്യക്തമാക്കപ്പെടാം. അതായത് എനിക്ക് പണ്ടത്തെ പോലെ എനിക്ക് അങ്ങനെ പറയണം എന്നൊക്കെ. മലയാളം ഇംപ്രൂവ് ചെയ്തു. ഭയങ്കര സാഹിത്യപരമായി സംസാരിക്കുന്നു. വായിക്കും, പക്ഷെ മലയാളം ഞാൻ അങ്ങനെ വായിക്കാറില്ല. ഉള്ളിന്റെ ഉള്ളിൽ ഒരു മെച്യൂരിറ്റി വരുന്നതായിരിക്കും. പക്ഷെ എനിക്ക് അത്ര അങ്ങനെ മെച്യൂരിറ്റി വേണം എന്ന് എനിക്ക് ആഗ്രഹമില്ല. പണ്ടത്തെ കുറച്ചത് വേണം, മണ്ടത്തരം വേണം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അത് ഞാൻ ചില സമയത്ത് ഉള്ളിലൊരു സിംഹം ഇങ്ങനെ വെളിച്ചാടാൻ അവസരങ്ങൾ ഒരുപാടുണ്ട്, ചാടിച്ചോ, ആളുകൾ നോക്കിയിരിക്കുക. പക്ഷെ എനിക്ക് തോന്നുന്നു ഐ ലവ് മൈ കരിയർ മോർ നൗ. അതൊക്കെ എനിക്ക് തോന്നുന്നു അറിയാതെ തന്നെ വന്നാലേ അതൊക്കെ ശരിയാവുള്ളൂ. അതെ, അല്ല ചിലവർക്ക് അതിങ്ങനെ പ്ലാൻ ചെയ്ത് ഭയങ്കരമായിട്ട് പ്ലേസ് ചെയ്യാൻ അറിയാം. അങ്ങനെ അത് വളരെ നല്ല. പക്ഷെ എനിക്ക് അതിങ്ങനെ അതിന് ഞാനൊരു തമാശ പറയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറ്റില്ല. അങ്ങനെ വരുമ്പോ ഭയങ്കര ജെനുവിൻ ആയിട്ട് ഫീൽ ചെയ്യും. ഈ ഒന്നും മനസ്സിൽ വെക്കാതെ പറയുന്നത് എപ്പോഴും സുഹൃത്തുക്കളെ മാത്രമാണോ അതോ ശത്രുക്കളെ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നും മനസ്സിൽ വെക്കില്ല എന്ന് പറയുന്നത് ഞാൻ സീക്രട്സ് മെയിൻറ്റെയിൻ ചെയ്യാനില്ല എന്നല്ല, ഞാൻ ഭയങ്കര സീക്രട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്. ഞാൻ എന്താ വെച്ചാ പെട്ടെന്ന് എനിക്കിങ്ങനെ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പറയും. അപ്പൊ അത് ചിലപ്പോ ട്രിഗറിൽ കൊണ്ട് ആൾക്കാർ അങ്ങനെ. ഞാനത് വളരെ ഒരു മറ്റേ നേക്കഡായിട്ടുള്ള രാജാവിനെ കണ്ടിട്ട് കുട്ടി പറയില്ലേ, അതുപോലെ ഞാൻ എന്റെ മനസ്സിൽ കൂടുതലും തെറ്റുകൾ ഞാൻ പറയാറില്ല. പക്ഷെ ചില സമയത്ത് ഞാൻ അങ്ങനെ പറയുമ്പോ വന്നു അങ്ങനെ. അടുത്ത ഗായത്രിയുടെ ബ്രൈഡൽ ഷവറിന് വേണം എന്ന ആഗ്രഹമുള്ള സെലിബ്രിറ്റി ആക്ട്രസ്. അവരായിട്ട് ഫ്രണ്ട്സ് ആവണം എന്ന് പോലും ഇല്ല, എന്നാലും ഫ്രണ്ട്സ് ആവാം. കരീന കപൂർ വേണോ? ഓ വൈ? I love കരീന കപൂർ. കരീന കപൂർ ഗായത്രിയുടെ ബ്രൈഡൽ ഷവറിന് ബ്രൈഡ് സ്ക്വാഡ് ഒക്കെ ആയിട്ട് നിൽക്കുന്നത്. ആലിയ ഭട്ട്, മീന മാം. ഓ, നമ്മുടെ മീന മാം. ഓക്കെ. ഭാവന ചേച്ചി, ആഞ്ചലിന ജോളി, എന്റെ പൊന്നോ, പ്രിയങ്ക ചോപ്ര. ആരെങ്കിലും ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി കാത്തിരുന്നതായിരുന്നു നേരത്തെ തയ്യാറാക്കി കൊണ്ടുവന്ന പോലെ? ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് 5 ബെസ്റ്റ് ആക്ട്രസുകളുടെ പേര് ചോദിച്ചാൽ ആരുടെയൊക്കെ പേര് പറയും. അതാണ് ഗായത്രിയുടെ ബ്രൈഡൽ ഷവർ. ഉടനെ നമുക്ക് ഗായത്രിയുടെ ബ്രൈഡൽ ഷവർ പ്രതീക്ഷിക്കാമോ? ഓഫ് കോഴ്സ്. ഓക്കെ. അപ്പൊ പറയാൻ പറ്റില്ല. എന്നാലും നമുക്ക് ഏകദേശം എത്ര ഇയറിന്റെ ഉള്ളിൽ ഉണ്ടാവും? അതാണ് ഈ പറയാൻ പറ്റാത്തത്. വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഞാൻ വരും എന്നാണ് വിശ്വസിക്കുന്നത്. ഇപ്പൊ ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് എവിടെയോ ഒരു ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്, വരുന്നുണ്ട്. അതെ, അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവവും കാണുമ്പോ. ഓക്കെ. അടുത്ത് മെയിൽ കോസ്റ്റാർസിൽ ഗായത്രിയുടെ ഫേവറേറ്റ് ആൻഡ് ക്ലോസ് ഫ്രണ്ട് ആരാ?
ഹരിച്ചേട്ടൻ ആണോ? അതിപ്പം ചേട്ടനിരിക്കുന്ന അല്ല, ഹരിച്ചേട്ടൻ, പിന്നെ ഞാൻ ഒരു മിനിറ്റ്, നവീൻ ചേട്ടൻ, നീനു ലേനീന ഫേമസ്. എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെയാണ് അദ്ദേഹം കല്യാണം കഴിച്ചത്. ആണോ? ഓക്കെ. അവരെന്റെ സെറ്റിൽ വെച്ച് കണ്ട് ഇഷ്ടത്തിലായി കല്യാണം കഴിച്ചത്. അങ്ങനെ. ഓക്കെ. പിന്നെ ആരാ, നിവിൻ ചേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വ്യക്തിയാണ്. ധ്യാൻ ചേട്ടൻ എനിക്ക് ഭയങ്കര, എനിക്ക് എല്ലാവരും ഇഷ്ടം. ചാക്കോച്ചൻ. ഞാൻ ചോദിച്ചത് ക്ലോസ് ഫ്രണ്ട് ആരാണ് അതില്? ക്ലോസ് ഫ്രണ്ട് എനിക്കിപ്പോ പെട്ടെന്ന് കണ്ടാൽ ഭയങ്കര നന്നായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റും ധ്യാൻ ചേട്ടനായിരിക്കും. ധ്യാൻ ചേട്ടനായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത് ഗായത്രി ചെയ്ത്, അത് കുറച്ച് ആലോചിച്ച് പറയാം. താങ്കളല്ല നല്ലതായിട്ടാ ഞാൻ പറയണേ. താങ്കളിവിടെ ഉണ്ടല്ലോ, താങ്കളോട് ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് കുഴപ്പം. ഓക്കെ. ഗായത്രി ചെയ്ത ഒരു റോള് വേറൊരു ആക്ട്രസ് ചെയ്ത ഒരു റോളായിട്ട് സ്വാപ്പ് ചെയ്യാൻ അവസരം കിട്ടിയാൽ ഏത് ചൂസ് ചെയ്യും? അതായത് ഇപ്പൊ നമുക്ക് വേറൊരു, ഇപ്പൊ നമ്മുടെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പൊ ശോഭന മാം ചെയ്ത നമ്മുടെ മണിച്ചിത്രത്താഴ് റോള്, ആ റോള് ഗായത്രിക്ക് വന്നിട്ട് ഗായത്രിയുടെ ഒരു റോള് ശോഭന മാമിന് കൊടുക്കാം. ഒരു എക്സാമ്പിൾ ആണ്. നീനു ലേനീന പ്രേമകഥ. അത് ആർക്ക് കൊടുക്കും? നീനു ലേനീന പ്രേമകഥ അല്ല, ഞാൻ ഹീറോ ഹീറോയിൻ കല്യാണിക്ക് കൊടുക്കും. ഓക്കെ. എന്നിട്ട് കല്യാണിയുടെ ഏതെടുക്കും? കല്യാണിയുടെ ശേഷം മൈക്കിൾ ഫാത്തിമ. അത് ഗായത്രി എടുക്കും. അപ്പൊ ഇഷ്ടമാണോ ഇതേപോലെ അങ്ങനെ ഈ എന്താ കമന്ററി ഒക്കെ ചെയ്യാനായിട്ടൊക്കെ? അതില് കമന്ററിയെക്കാട്ട് കൂടുതൽ കല്യാണിയുടെ ക്യാരക്ടർ ഉണ്ടല്ലോ, അടിപൊളി ക്യാരക്ടർ. ഹൃദയം വേണ്ട താങ്കൾക്ക്? അല്ല അല്ല, എനിക്ക് പലപ്പോഴും പറയാത്തത്. അല്ലല്ല, ഹൃദയം എന്റെ മനസ്സിൽ പിന്നെയാണ് ഞാൻ വന്നത്. ഞാൻ ഹൃദയം പറഞ്ഞില്ല. അപ്പൊ വേറെ ഒരെണ്ണം കൂടെ ഗായത്രിക്ക് കൊടുത്തിട്ട് ഹൃദയം എടുത്തോ? ഏത് കൊടുക്കും? അല്ല, കല്യാണിയുടെ ബ്രോഡാഡി. കല്യാണി എല്ലാം ഇഷ്ടം എനിക്ക്. ഐ ലവ് വെരി ഗുഡ്. ആന്റണി എന്താ അടിപൊളി. ആള് ഓരോ ഇത് കഴിയും തോറും ഭയങ്കരമായിട്ട്, ഞാൻ ആളുടെ ഒരു ഇന്റർവ്യൂല് തന്നെ കണ്ടിട്ടുണ്ട്, ഐ ലവ് ടു ചാലഞ്ച് മൈസെൽഫ് എന്നുള്ളത്. ആള് ഭയങ്കര ഇന്നസെന്റ് ആയതുകൊണ്ടും കൂടി ആള് വർക്ക് ചെയ്യാൻ തയ്യാറാണ്. അപ്പൊ ആള് ഓരോ ഫിലിം കൂടുന്തോറും ഭയങ്കര നന്നായിട്ട് വരുന്നുണ്ട്. അതെ അതെ അതെ. ഇപ്പൊ ഗായത്രി എപ്പോഴെങ്കിലും മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ, ലൈക്ക് എന്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻസ് കുറച്ചുകൂടെ മെച്ചപ്പെടുത്താം, ലൈക്ക് എപ്പോഴെങ്കിലും ഒരു മൂവി റിലീസിന് ശേഷമൊക്കെ റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ, എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഡിസിഷൻ എടുക്കാമായിരുന്നു എന്നൊക്കെ? ഈ അങ്ങനെ പറയുന്നത് ശരിയല്ലടോ. റിഗ്രറ്റ് ഒന്നും തോന്നിയിട്ടില്ല. പക്ഷെ കാരണം എന്താ വെച്ചാൽ നമ്മള് ഇനി ഉണ്ടല്ലോ, ഇനി കിടക്കില്ലേ, നമ്മള് ഒരു ഇത്രയായി, ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു, വളരെ കോമ്പറ്റീഷൻ, അങ്ങനെയല്ലാതെ നമുക്ക് പറ്റണ മാക്സിമം നമ്മൾ ചെയ്യുക, നന്നാവും തന്നെ വിശ്വസിക്കും. എനിക്ക് ഒരുപാട് വലിയ വലിയ ഡയറക്ടേഴ്സിന്റെ കൂടെ വലിയ കമ്പനിയിൽ അതൊക്കെ വർക്ക് ചെയ്യണം, വലിയ ബാനേഴ്സിലൊക്കെ വർക്ക് ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. നടക്കും തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാം നടക്കും.